കൂടുതൽ എന്ത് തെളിവാണ് ഇനി വേണ്ടത്? ബി.ജെ.പിയുടെ തട്ടകമെന്ന് പൊതുവെ അറിയപ്പെടുന്ന ഉത്തർപ്രദേശിൽ വോട്ട് ചെയ്യാനെത്തിയ മുസ്ലിമുകളെ തല്ലി ഓടിച്ചിരിക്കുകയാണ് യോഗിയുടെ പോലീസ്. വിദ്വേഷം വിഷം ചീറ്റുന്ന മോദിയും കൂട്ടരും പറഞ്ഞത് തന്നെ ചെയ്ത് കാണിക്കുന്നു. ഒരു രാജ്യത്തെ പൗരന് നൽകിയ ഏറ്റവും തന്ത്രപ്രധാനമായ അവകാശം അത് നിഷേധിച്ചിരിക്കുകയാണ് ബി.ജെ.പി സർക്കാർ. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്ന ഉത്തർപ്രദേശിൽ വോട്ട് ചെയ്യാനെത്തിയ മുസ്ലിം വോട്ടർമാരെ തല്ലിയോടിച്ച് പോലീസ്. ഇവരെ വോട്ട് ചെയ്യാൻ പോലീസ് അനുവദിച്ചില്ല എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു. സംസ്ഥാനം ഭരിക്കുന്ന യോഗിയുടെ കയ്യിലെ കളിപ്പാട്ടങ്ങളായ പോലീസ് വർഗീയതയുടെ പടവും ചവിട്ടി തുടങ്ങിയിരിക്കുകയാണ്. യു.പിയിലെ സംപാൽ ജില്ലയിലെ മുസ്ലിം വോട്ടർമാരെയാണ് പോലീസ് വോട്ട് ചെയ്യാതെ തല്ലി ഓടിച്ചിരിക്കുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളെയും പോലും പോലീസ് വെറുതെ വിട്ടില്ല. സംപാൽ ലോക്സഭാ അസംബ്ലിയിലെ 181, 182, 183, 184 ബൂത്തുകളിലാണ് പോലീസ് അക്രമം പുറത്തെടുത്തത്. വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്നും ആധാർ കാർഡ് ഉൾപ്പെടെ പോലീസ് തട്ടിയെടുത്തുവെന്നും വോട്ടർമാർ പറഞ്ഞു. ഞങ്ങളുടെ ആധാർ കാർഡ് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഞങ്ങളെ തിരിച്ചയക്കാൻ നോക്കി. പിന്നാലെ ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തു. യു.പിയിലെ സമാജ്വാദ് സ്ഥാനാർത്ഥിയും പോലീസും തമ്മിൽ തർക്കിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ വോട്ടിംഗ് സുഗമമായി നടന്നുവെന്നാണ് പോലീസ് അവകാശപ്പെട്ടത്. കള്ളവോട്ട് ചെയ്യുന്നതിനിടെ സംപാലിൽ 500ഓളം ആളുകൾ അറസ്റ്റിലായെന്നാണ് യു.പി പോലീസ് അവരുടെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത്. സംപാൽ ജില്ലയിൽ കള്ളവോട്ട് ചെയ്യുന്നതിനിടെ 50-ലധികം ആളുകളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അന്വേഷണത്തിന് ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. വോട്ടെടുപ്പ് സമാധാനപരമായും സുഗമപരമായും നടക്കുകയാണ് യു.പി പോലീസ് എക്സിൽ കുറിച്ചു. മുസ്ലിങ്ങൾക്കെതിരെ ദിവസവും വാതോരാതെ പറയുന്ന യോഗിയും മോദിയും അടക്കി വാഴുന്ന ഉത്തർപ്രദേശിൽ ആട്ടിയോടിക്കൽ തുടങ്ങിയെങ്കിൽ രാജ്യം മുഴുവൻ അതവർക്കുണ്ടാക്കാൻ വലിയ താമസമില്ല. കാരണം ഒരു കാലം വരെ യു.പിയിൽ മാത്രം വേരുറച്ച ബി.ജെ.പി ഇന്ന് രാജ്യം മുഴുവൻ വളർന്ന് പന്തലിച്ചത് നമ്മൾ കണ്ടതാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കലാപമുണ്ടാക്കാൻ ചുക്കാൻ പിടിച്ച മോദിയാണെന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് കൂടി ഓർക്കണം. തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് സംഘപരിവാർ നേതാക്കളും വർഗീയ പ്രചാരണം കൂടുതൽ തീവ്രമാക്കിയിരുന്നു.